സാറേ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി ആകുന്നതിനെതിരെ VCK എന്ന പാർട്ടി രംഗത്ത് വന്നു എന്ന് കേൾക്കുന്നു. എന്തായിരിക്കാം കാരണം അങ്ങനെ? അത് വിരുദലൈ ചിരുതൈകൾ കച്ചി എന്ന് പറഞ്ഞ ദലിത് കക്ഷിയാണ് ഈ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ആ കക്ഷി മുഴുവനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള അതിൻ്റെ നേതാവ് രംഗത്ത് വന്നിട്ടില്ല. ഇപ്പോൾ അവിടെ സഖ്യകക്ഷികൾക്കൊന്നും മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ല. DMK തന്നെയാണ് മന്ത്രി മൊത്തം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഉദയനിധി ഉപമുഖ്യമന്ത്രി ആകാൻ പാടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്ന ഈ വിരുദലൈ ചിരുതൈകൾ കച്ചി VCKയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആദവ് അർജുൻ ആണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ആദവ് അർജുൻ എന്നുള്ള പേര് കണ്ടപ്പോഴേ എനിക്ക് ഈ അസുഖം മനസ്സിലായി. സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടൊരു ലോട്ടറി രാജാവില്ലേ, പണ്ട് ഈ കേരളവുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള അല്ലേ, ഇവിടെ അത് നിർത്തി. ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ മകളുടെ ഭർത്താവാണ് ഈ ആദവ് അർജുൻ. മകളുടെ ഭർത്താവ് ആദവ് അർജുൻ മരുമകനാണ് സാന്റിയാഗോ മാർട്ടിൻ്റെ. അപ്പോൾ ഈ ആദവ് അർജുനാണ് ഉദയനിധിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിനെതിരെ സിനിമയിൽ നിന്ന് ഇന്നലെ വന്നവൻ എന്തിനാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാകുന്നത്? മന്ത്രിസഭയിൽ ഞങ്ങൾക്കും പദവി വേണം, DMKയുടെ കരുണയിലൊന്നുമല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഇതാണ് ആദവ് അർജുൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ സാന്റിയാഗോ മാർട്ടിൻ സ്റ്റാലിനുമായിട്ട് അടഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സാന്റിയാഗോ മാർട്ടിൻ DMKക്കുമൊക്കെ പൈസ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. നമ്മൾ മറ്റേ കേസൊക്കെ വന്നല്ലോ, ഈ പാർട്ടികൾക്ക് ഓരോ കോർപ്പറേറ്റുകൾ പണം കൊടുക്കുന്നു എന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ പണം പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഒരാളാണ്. കൽക്കട്ടയിലും, അതായത് വെസ്റ്റ് ബംഗാളിലും മമതയ്ക്ക്, ഇവിടെ സ്റ്റാലിന്, സാന്റിയാഗോ മാർട്ടിൻ ധാരാളം 100 കോടി 200 കോടിയൊക്കെ കൊടുത്തിട്ടുള്ള ആളാണ് സാന്റിയാഗോ മാർട്ടിൻ. അവിടെ 2021 മുതൽ ഈ ആദവ് അർജുൻ VCKയുമായി ബന്ധപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട്. ഇതൊരു ദലിത് കക്ഷിയാണ്. ഇയാൾ ദലിതല്ല, ആദവ് അർജുൻ. അയാൾ പ്രൊട്ടസ്റ്റൻ്റാണ്. ഈ സാന്റിയാഗോ മാർട്ടിനെ പോലെ തന്നെ. സാന്റിയാഗോ മാർട്ടിൻ കോയമ്പത്തൂരിൽ ചെറിയ തോതിൽ ബിസിനസ് തുടങ്ങിയ ഒരാളാണ്. ഇപ്പം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ ലോട്ടറിയൊക്കെ നടത്താൻ ഇയാളെ ഏൽപ്പിച്ചിട്ട്, അതൊക്കെയാണ് പല സ്ഥലത്തും അന്യസംസ്ഥാന ലോട്ടറി എന്ന് പറയുമല്ലോ, അത് ലോട്ടറി ടിക്കറ്റുകൾ ഇഷ്ടം പോലെ അടിച്ചാണ് അയാൾ പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ വർഷം ആണ് പക്ഷേ അയാൾ ഈ VCK എന്ന് പറഞ്ഞ പാർട്ടിയിൽ ചേർന്നത്. അതുവരെ അയാൾ DMKയുടെ ഈ ക്യാമ്പയിൻ മാനേജറായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. DMKയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പിന്നീട് VCKയുടെ ഫണ്ട് കൊടുത്ത് അതിൽ കയറി അതിൻ്റെ പ്രചരണമൊക്കെ നടത്തി. ഈ കൊല്ലം ഒരു ദലിത് കക്ഷിയിൽ ദലിതല്ലാത്ത ഒരാൾ ചേരുന്ന പരിപാടിയാണ് ആ സംഭവിച്ചത്. അതിൻ്റെ മേധാവി, അതിൻ്റെ ജനറൽ സെക്രട്ടറി ഈ പാർട്ടിയുടെ തിരുമാവലവൻ എന്ന് പറഞ്ഞ ആളാണ്. തിരുമാവലവൻ ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇത് അർജുൻ്റെ സ്വന്തം അഭിപ്രായമാണ്, ഇത് പാർട്ടിയുടെ അഭിപ്രായമൊന്നുമല്ല. ഇപ്പോൾ പാർട്ടിയുടെ നിലപാടല്ലെന്ന് വ്യക്തമാക്കി. നിലപാടല്ല, അയാളുടെ വ്യക്തിപരമാണ്. പക്ഷേ ഇയാളെ പാർട്ടിയിൽ നിന്ന് കളഞ്ഞിട്ടുമില്ലല്ലോ. കാരണം ഫിനാൻഷ്യറാണ്, അവരുടെ മീറ്റിംഗ് നടത്താനൊക്കെ പൈസ കൊടുക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇനി നടത്താൻ പോകുന്ന ഒരു സമ്പൂർണ്ണ മദ്യനിരോധന യോഗത്തിന് തിരുമാവലവൻ DMK വിളിച്ചിട്ടുണ്ട്. അത് ശരിക്കും അർജുൻ വിളിച്ചതായിരിക്കാനാണ് സാധ്യത. DMKയെ വിളിച്ചിട്ട് DMKയിൽ നിന്നുള്ള അകൽച്ച ഈ പരസ്യമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും നടക്കാൻ പോകുന്നു. അപ്പോൾ അത് കല്ലടയെക്കുറിച്ചൊരു മദ്യദുരന്തം ഉണ്ടായല്ലോ. ആ മദ്യദുരന്തത്തിൽ ധാരാളം ദലിതരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് ഈ സമ്പൂർണ്ണ മദ്യനിരോധനം വേണമെന്ന് പറഞ്ഞൊരു സെമിനാർ അവിടെ നടത്താൻ പോകുന്നത്, സമ്മേളനം. ഈ പാർട്ടി, ഈ VCK പാർട്ടി നടത്താൻ പോകുന്നത്.
അപ്പോൾ സ്റ്റാലിൻ ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിൽ പോയിരുന്നല്ലോ. ആ സമയത്താണ് അണ്ണാ DMKക്ക് ക്ഷണം കൊടുത്തത്, VCക്ക്. തിരിച്ചു വന്നു സ്റ്റാലിൻ. തിരിച്ചു വന്നിട്ട് തിരുമാവലവനെ വിളിച്ചു ഓഫീസിലേക്ക്. എന്നിട്ട് സ്റ്റാലിൻ പറഞ്ഞു, ഞാനും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, എന്നും കൂടി അങ്ങ് വിളിച്ചേക്കാൻ പറഞ്ഞു. മുഖ്യമന്ത്രി അർജുൻ വിളിക്കുന്നില്ല, എന്നാൽ തിരുമാവലവൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് DMKയും അതിൽ പങ്കെടുക്കാൻ പോവാ. അണ്ണാ DMK മാത്രമല്ല, മധ്യരോഗത്തിൻ്റെ ഒരു സമ്മേളനമല്ലേ, പങ്കെടുക്കാം എന്ന് വെച്ചിട്ട്. അപ്പോൾ DMKയുടെ നേതാവ് രാജ, മുമ്പ് മറ്റേ 2G സ്പെക്ട്രം അഴിമതി കേസ് കുംഭകോണം, അതിൽപ്പെട്ട രാജ ദലിതനാണ്. അപ്പോൾ രാജ തിരുമാവലവനെ പ്രകീർത്തിച്ചു കഴിഞ്ഞ ദിവസം. ഇടത് മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് തിരുമാവലവൻ. ദലിത് അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും, വർഗീയതക്കെതിരെ നിലകൊള്ളും. എന്നിട്ട് മറ്റേ ഈയിടെ സിനിമയിൽ നിന്ന് വന്നവൻ എന്ന് പറഞ്ഞില്ലേ ഉദയതിയ, അത് അങ്ങോട്ട് തിരിച്ച് പ്ലേറ്റ് വെച്ചു രാജ. ഈയിടെ VCKയിൽ ചേർന്നവൻ, അവൻ പറയുന്നതിന് എന്ത് വില. തിരുമാവലവൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതല്ല എന്ന് രാജ പറഞ്ഞു. അപ്പോൾ അർജുൻ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം മാമന്നൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു, ഉദയനിധിയുടെ അവസാന സിനിമയാണെന്ന് പറഞ്ഞിരുന്ന പടം. അതിൻ്റെ അകത്ത് ദലിത് MLAയുടെ മകനായിട്ടാണ് ഉദയനിധി അഭിനയിക്കുന്നത്. ആ ദലിത് MLA ഈ ജന്മിയുടെ മുമ്പിൽ അടിമയായിട്ടാണ് നിലകൊള്ളുന്നത്. ജന്മിയെ കണ്ട ഇരിക്കാൻ പോലും പാടില്ല. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ അച്ഛനെ ഒരു കസേരയിൽ ജന്മിയുടെ മുമ്പിൽ ബലമായി ഉദയനിധി കൊണ്ട് ഇരുത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ മാമന്നനെ പോലെയാണ് ഇപ്പോൾ ഈ ഉദയനിധി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ എന്ന് അർജുൻ പറഞ്ഞു. തിരുമാവലവൻ അധികാരം പങ്കിടേണ്ടതാണ്. എനിക്ക് മന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കേണ്ട ഒരാളാണ്, പക്ഷെ അദ്ദേഹം അതിന് കാത്തിരിക്കാനാണ് പോകുന്നത്. തിരുമാവലവൻ ഇപ്പം തന്നെ മന്ത്രിസ്ഥാനം ചോദിക്കേണ്ടതാണ്. പക്ഷേ പുതിയ അണികളുണ്ടല്ലോ, പ്രവർത്തകർ, പാർട്ടിയുടെ, അവരാഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, മന്ത്രി ആകുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആകണം. ഇത് എത്ര നാൾ കാക്കണം എന്ന് അണികൾ ചോദിക്കുന്നു. എന്നാണ് തിരുമാവലവൻ മുകളിലെത്താൻ പോകുന്നത്? ദലിതനായതുകൊണ്ട് ഇപ്പോഴും ചവിട്ടിത്താഴ്ത്തുകയല്ലേ എന്ന് അണികൾ ചോദിക്കുന്നു. അപ്പം തിരുമാവലവനെയും വിമർശിക്കുന്നുണ്ട് അർജുൻ. ഈ പാർട്ടി ഉണ്ടാക്കിയ ആളെയും വിമർശിക്കുന്നുണ്ട്. പാർട്ടി ഇപ്പം കൈപ്പിടിയിൽ പണമുള്ളത് കൊണ്ട്, മാർട്ടിന്റെ ഇവൻ വലിയ പണമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതല്ല, അമ്മായിയപ്പൻ്റെ പൈസ കർഷക കുടുംബത്തിൽ നിന്ന് വന്നതാണ് ഇയാൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തിരുമാവലവൻ ചോദിച്ചിട്ടേ ഇല്ല ഈ മന്ത്രിസ്ഥാനം. VCK ഇല്ലാതെ വടക്കൻ ജില്ലകളിൽ തമിഴ്നാട്ടിൽ DMKക്ക് ജയിക്കാൻ പറ്റില്ല എന്നും ഈ അർജുൻ പറയുന്നുണ്ട്. അതൊന്നും അത്ര ശരിയാകണം എന്നില്ല. വന്നി അരശ്, VCKയിൽ തന്നെയുള്ള ഒരു നേതാവ് വന്നി അരശ് പറഞ്ഞു കഴിഞ്ഞ ദിവസം, അർജുൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. അർജുൻ ദലിതല്ല, സാന്റിയാഗോ മാർട്ടിൻ്റെ കാശ് കൊണ്ട് കളിക്കുന്നവനാണ് എന്നും പറഞ്ഞു. 2015-21 ഈ അർജുൻ DMKയുടെ ക്യാമ്പയിൻ മാനേജറായിരുന്നു 6 കൊല്ലം. അത് ഈ പണം കൊടുക്കുന്നതുകൊണ്ടാണ് എടുത്തു വെക്കുന്നത്. അപ്പോൾ പണം ചെലവാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പണം കൊടുക്കുന്ന ആൾ തന്നെ അറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാമ്പയിൻ മാനേജർ പോസ്റ്റർ അടിക്കുന്നത്. അങ്ങനത്തെ പരിപാടിയൊക്കെയാണല്ലോ ചെയ്യുക, ടോക്സ്. ഇതൊക്കെ കാശ് കൊടുക്കുന്നത് സാന്റിയാഗോ മാർട്ടിൻ ആയതുകൊണ്ട് അതിലൊരു സൂക്ഷ്മത വേണം, ജാഗ്രത വേണം. അതുകൊണ്ട് ക്യാമ്പയിൻ നടത്തുന്നു, അധികം പൈസ ചിലവാക്കാതിരിക്കാനുള്ള പരിപാടിയായിട്ട് എടുത്താൽ മതി. 2019 ലോക്സഭ സീറ്റ് കിട്ടും DMKയുടെ എന്ന് ആഗ്രഹിച്ചിരുന്നു അർജുൻ, പ്രതീക്ഷിച്ചു. അത് സ്റ്റാലിൻ കൊടുത്തില്ല. ഈ അൻവർ ആഗ്രഹിച്ചിരുന്നല്ലോ ലോക്സഭാ സീറ്റ്, പിണറായി കൊടുത്തില്ലല്ലോ. അവർക്കൊക്കെ രാഷ്ട്രീയം നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ലോക്സഭാ സീറ്റ് കൊടുത്തില്ല, അതിലൊരു വിഷമമുണ്ട്. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വോയിസ് ഓഫ് കോമൺ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി അർജുൻ ആദവൻ. അപ്പോൾ VCK അതിൻ്റെ ഒരു ക്ലയൻ്റായിരുന്നു. കർഷക കുടുംബത്തിലാണ് ഇയാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനിച്ചത്. പക്ഷേ ധനിക കുടുംബത്തിൽ മരുമകനായിട്ട് കയറി.
ജനുവരിയിൽ VC-യുടെ ഒരു സമ്മേളനം നടന്നപ്പോൾ അതിനുവേണ്ടി അർജുൻ കോടികൾ ചിലവാക്കുകയൊക്കെ ചെയ്തു. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഈ സമ്മർദ്ദതന്ത്രം എന്താണെന്ന് വെച്ചാൽ ഈ എതിർക്കുന്നതൊക്കെ ഒരു മന്ത്രിയാകണമെന്നോ അല്ലെങ്കിൽ ഒരു രാജ്യസഭാംഗമാകണമെന്നോ ഒക്കെ അർജുന് തോന്നാം. കാരണം ലോട്ടറി കച്ചവടത്തിന് ഈ ഒരു രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും നന്നായിരിക്കുമല്ലോ. അതായിരിക്കും ഈ അർജുൻ്റെ ഇത്. എന്തായാലും ഇതിൽ ഈ ഇങ്ങനെ ഇപ്പോൾ ഒരു ഭിന്നത നിൽക്കുന്നുണ്ട്. VC-K ഉദയനിധിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ പാർട്ടി ഇയാളെ പുറത്താക്കിയിട്ടില്ല. വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ട് ഉൾക്കൊള്ളുന്ന ഒരു നയമായാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ മദ്യനിരോധന സമ്മേളനത്തിൽ DMK പോകുന്നുണ്ട്. അപ്പോൾ അർജുന് രാഷ്ട്രീയമൊന്നും അറിയാത്തതുകൊണ്ട് അർജുനെ അത്യാവശ്യം വെട്ടിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാലിൻ. അപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ്റെ കളിയാണല്ലോ മരുമകൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ്റെ അടുത്ത കളി എന്താണെന്ന് നോക്കണം. ഈ DMK-ക്ക് കൊടുക്കുന്ന പണം. സാർ, ഈ ജാതി വ്യവസ്ഥകൾ തമിഴ്നാട്ടിൽ പണ്ട് മുതലേ ഒരു കർക്കശമായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഒരു പിന്നോക്കക്കാരെ എപ്പോഴും ഒരു അധകൃതരെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയാണല്ലോ ഉന്നത കുലജാതർ. അപ്പോൾ ഇവിടെ ഈ ഉദയനിധി ഈ പദവിയിലേക്ക് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള, അതായത് DMK-യിലെ തന്നെ മുഴുവൻ പേരും പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന VC-K ഒക്കെ എതിർപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനം പിന്നെ നേടിയെടുക്കാൻ പറ്റുമോ? നേടിയെടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് ഈ സ്റ്റാലിന് കുറേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പുറത്ത് പറയുന്നില്ലെങ്കിലും. അതാണ് ഈ അമേരിക്കയിലേക്കൊക്കെ പോകുന്നത്, ചികിത്സയ്ക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഈ കനിമൊഴിയൊക്കെ ഇതിനെതിരാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നാണല്ലേ കനിമൊഴിക്ക് വേണമെങ്കിൽ രണ്ടാമനായി കൂടെ എന്നുള്ളത്. കനിമൊഴിക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? അപ്പോൾ കുടുംബത്തിൻ്റെ അകത്ത് ഒരു കലഹമുള്ള പ്രശ്നമാണ്. ഈ പയ്യൻ ഉടനെ വന്നിട്ട് ഉപമുഖ്യമന്ത്രി ആകുക. കനിമൊഴി ഇത് എത്ര കൊല്ലമായി രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇനി എത്ര കാലം സ്റ്റാലിൻ ഉണ്ടാകും എന്നുള്ളൊരു സംശയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ മകനെ പിൻഗാമിയാക്കുക. അല്ലാതെ കനിമൊഴിയല്ലല്ലോ സ്റ്റാലിൻ പിൻഗാമിയാക്കേണ്ടത്. അങ്ങനെ ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പറയും. മുമ്പ് രാജവംശങ്ങളിലൊക്കെ ചെയ്തിരുന്നത് ഇങ്ങനെയാണല്ലോ. വളരെ രാജകുമാരനാ, ഹെയർ അപ്പാരന്റ്, കിരീടാവകാശി ആണ്. അപ്പോൾ കിരീടാവകാശിയെ ഇപ്പോൾ അവരോധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ കനിമൊഴിയെല്ലാം കൂടി ഇത് തട്ടിപ്പറിച്ച് കൊണ്ടുപോകില്ലേ? പിന്നെ ഒരിക്കലും ഇവർക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല. അതെ, ഇതിപ്പോൾ പല രാജവംശങ്ങളിലും ഇങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. മുഗൾ രാജവംശമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനെയും സഹോദരനെയും ഒക്കെ കൊലപാതകമൊക്കെ ചെയ്തിട്ടുള്ള കിരീടാവകാശിയാകാൻ വേണ്ടി ഷാജഹാനെ തടവിൽ പാർപ്പിച്ചതല്ലേ ആഗ്ര കോട്ട എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ ഒക്കെയാണ് അതിൻ്റെ അകത്ത്. അതിൻ്റെ ഒരു സംഭവമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബ കലഹത്തിൻ്റെ കൂടെ സഖ്യകക്ഷികളുടെ കലഹം കൂടി ഇപ്പം അതിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതാണ്. അപ്പോൾ ഈ ഉദയനിധി സ്റ്റാലിനി അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട എന്നാണോ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം? അല്ല, പക്ഷെ അയാൾ ആക്കേണ്ട ആവശ്യം ഈ അച്ഛൻ എന്നുള്ള നിലയ്ക്ക്, രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനും ഉണ്ട്. കുടുംബകലഹം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴാണ് ഈ സഖ്യകക്ഷി കലഹം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എവിടെ എത്തും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി അങ്ങനെ ഉദയനിധി ആക്കിയാൽ പോലും ഈ DMK-ക്കുള്ളിൽ ഒരു ആഭ്യന്തര കലഹം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയം വേണ്ടല്ലോ, ഉറപ്പല്ലേ? അതെ അതെ. കാരണം ഈ പയ്യൻ, അതായത് DMK-യിലും പഴയ നേതാക്കൾ ധാരാളം ഉണ്ടല്ലോ. അവർക്കും പിന്നെ അർഹിച്ച പദവികൾ കൊടുക്കുന്നില്ല. കനിമൊഴിയാണെങ്കിൽ കനിമൊഴിക്കും DMK-യിൽ കുറേ ആളുകളുണ്ട്. ഈ രാജ്യം അത്യാവശ്യം കൂടെ നിർത്താനൊക്കെ പറ്റും കനിമൊഴിക്ക്, പല കാരണങ്ങൾ കൊണ്ടും, നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടും അതൊക്കെ സാധിച്ചു എന്നൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പ്ലിറ്റ് ഉദയനിധിയെ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പേ ഉപമുഖ്യമന്ത്രി ആക്കിയിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. അത് നടന്നില്ല. ഇപ്പോഴും അതിന് തടസ്സങ്ങൾ നിൽക്കുന്നു, വിഘ്നം. എന്തായാലും തമിഴ് രാഷ്ട്രീയത്തിലും സാന്റിയാഗോ മാർട്ടിൻ്റെ ഒരു പ്രഭാവമാണ് കാണുന്നത് അല്ലേ? അങ്ങനെ പറഞ്ഞ് നമുക്ക് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.